ലേക്ക് കർത്താവ് കൊണ്ടുപോകുന്ന വാക്കാണ്. ഒന്നുകൂടി ആവർത്തിച്ച് പറയാം. മർക്കോസ് വിശേഷം 14-ാം അധ്യായത്തിന്റെ 61-ാമത്തെ വാക്യവും യെശയ്യാപ്രവാചകന്റെ പുസ്തകം 53-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യത്തിന്റെ പശ്ചാത്തലത്തിൽ ഈ മാസം നാം ദൈവസന്നിധിയിൽ മൗനമായിരിക്കുന്നു. ശിഷ്യന്മാർ ദേശത്തിലെ മഹാപുരോഹിതൻ പറയുന്നു, നീ എന്താ മിണ്ടാതിരിക്കുന്നത്? നീ വന്ദനായ ദൈവത്തിന്റെ പുത്രനെ ക്രിസ്തുവോ എന്ന് ചോദിച്ചപ്പോൾ അതെ ഞാനാകുന്നു എന്ന വാക്ക് പറഞ്ഞു. അതിനർത്ഥം താൻ ആരെന്ന് തനിക്ക് ബോധ്യമുള്ളതുകൊണ്ട് തൻ്റെ മൗനത്തിനകത്ത് പിലാത്തോസിനും കയ്യഫാവിനും ഹന്നാവിനും ഹേരോദാവിനും ഒക്കെ മനസ്സിലായി യേശുവിൻ്റെ മൗനം തെളിയിക്കുന്ന മൊത്തം യേശു ചരിത്രമായി മാറാൻ പോകുകയാണ്. ഞാൻ ഇന്ന് രാവിലെ പരിശുദ്ധ ഈ മാസം 7-ാം മാസത്തിന്റെ വെളിപ്പാട് ആവർത്തിച്ച് ഗൗരവമാക്കി നിൽക്കുന്നു. നമ്മുടെ ചില മൗനം ചിലർക്ക് സംശയങ്ങൾ വരും. നമ്മുടെ ചില മൗനങ്ങൾ ചിലർക്ക് ചരിത്രമായി മാറും. നമ്മുടെ ചില മൗനങ്ങൾ നമ്മുടെ കുടുംബത്തിനകത്ത് അത്ഭുതമായി മാറും. അപ്പോൾ ചരിത്രത്തിൽ മൗനം ഒരു വളരെ ശക്തമായ ആയുധമാണ്. അത് അനേകർക്ക് ചില മറുപടികൾ കൊടുക്കുന്ന ദിവസമാണ്. രണ്ടാമത്തെ ആവശ്യം, ഒരു മനുഷ്യൻ കരുത്തു പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ അവന്റെ മൗനതയാണ് അതിന് കാരണം. പ്രൈസ് ഗോഡ്. ഒന്ന് ആവർത്തിക്കാം. ഒരു മനുഷ്യൻ കരുത്തു പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ അത് മനക്കരുത്തോ അല്ലെങ്കിൽ ഹൃദയത്തിനകത്ത് കരുത്തോ അല്ലെങ്കിൽ അവന്റെ ശരീരത്തിലോ ഒക്കെ കരുത്തു പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ ഒരുത്തർ കരുത്തനായത് മൊത്തം അവന്റെ മൗന ലൈഫിനകത്ത് മാത്രമാണ്. അപ്പോൾ ഈ രാവിലെ യേശു ക്രിസ്തുവിനെ സഹായിപ്പാൻ ആരുമില്ലായിരുന്നു. യേശു ക്രിസ്തുവിന് വേണ്ടി സംസാരിപ്പാനും ആരുമില്ലായിരുന്നു. അതുകൊണ്ട് യേശു ക്രിസ്തു മൗനം പാലിച്ചപ്പോൾ യേശു കരുത്തനായി മാറി. എന്താ തെളിവ്? അവൻ സ്വർഗത്തിന്റെ നാഥനുമായി മാറി, ഭൂമിയുടെ നാഥനുമായി മാറി. എന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ നാമത്തിലും മേലായ നാമം യേശുവിന് ലഭിച്ചത് യേശുവിന്റെ മൗനതയായിരുന്നു കാരണം. ഒന്ന് ആവർത്തിക്കാം. യേശുവല്ലാതെ മറ്റൊരു ദൈവമില്ലെന്നും യേശുവില്ലാതെ മറ്റൊരു രക്ഷനില്ല എന്നും സമൂഹത്തിനു മുമ്പാകെ പ്രഖ്യാപിക്കാൻ തക്കവണ്ണമുള്ള ഒന്നാമത്തെ കാരണം യേശു ക്രിസ്തുവിന്റെ മൗനമായിരുന്നു. അതുകൊണ്ട് ഒരു മനുഷ്യൻ കരുത്തു പ്രാപിക്കുന്നൊക്കെയും അവന്റെ മൗനത്തിലാകുന്നു. ഞാൻ ആത്മാവിൽ പറയാം, അറയിൽ കടന്ന് വാതിലടയ്ക്കാൻ നമുക്ക് പറ്റുമെങ്കിൽ അത് കരുത്തനായിട്ട് പുറത്തു വരുവാൻ തക്കവണ്ണമുള്ളതിന്റെ ഒന്നാമത്തെ തെളിവാകുന്നു അകത്ത് കയറി വാതിലടയ്ക്കുന്ന കാര്യങ്ങൾ. അപ്പൊ ഒന്ന്, ചരിത്രം മൗനം ഒരു ആയുധമാക്കി മാറ്റുകയാണ് അവരുടെ ചരിത്രത്തിനകത്ത്. രണ്ട്, ഒരു മനുഷ്യന്റെ കരുത്ത് ആകുന്നു അവന്റെ മൗനത. ആ മൗനനായവൻ മൊത്തം കരുത്തനായി മാറി എന്ന് പറഞ്ഞാൽ ആരും തന്നെ സഹായിക്കുകയോ ആരും തന്നെ നടത്തുകയോ ചെയ്യേണ്ട ആവശ്യമില്ല. സെൽഫായിട്ട് ജീവിക്കുവാൻ തക്കവണ്ണം ഉൾക്കരുത്തനിക്ക് നൽകിയിട്ടുണ്ട്. നമുക്ക് വചനത്തിനകത്ത് വ്യക്തമായ തെളിവുണ്ട്. 1 തെസ്സലോനിക്കർ 5-ാം അധ്യായം 12-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, ഉൾക്കരുത്തില്ലാത്തവരെ ധൈര്യപ്പെടുത്തുവിൻ, ബലഹീനരെ താങ്ങുവിൻ. ഇന്ന് രാവിലെ പൗലോസായി മാറിയതും പത്രോസായി മാറിയതും വിശുദ്ധ പുസ്തകത്തിനകത്ത് കരുത്തന്മാരുടെ വലിയൊരു ലിസ്റ്റ് നമുക്ക് കാണുന്നു. ഇവരെല്ലാവരും കരുത്തന്മാരായത് മുഴുവനും ഏലിയാവ് വെള്ളം കുടിച്ചു, ഏലിയാവ് അപ്പം കഴിച്ചു. പക്ഷെ അതെല്ലാം ക്ഷാമത്തിലാകുന്നു. ഒറ്റയ്ക്ക് സഞ്ചാരം, ഒറ്റയ്ക്ക് ശുശ്രൂഷ, ഒറ്റയ്ക്കുള്ള ജീവിതം മൊത്തം തൻ്റെ ജീവിതത്തിൽ മേൽ ഞാൻ പറഞ്ഞിട്ടല്ലാതെ എന്ന വാക്ക് കിട്ടി. ഈ ഞാൻ പറഞ്ഞിട്ടില്ലാതെ എന്ന വാക്ക് കിട്ടിയത് തനിക്ക് ലഭിച്ച സെൽഫ് ധൈര്യവും അധികാരവുമാണ്. അവൾ ഓർത്തോണം, ഞാനാകുന്നു എന്ന് യേശു പീലാത്തോസിന്റെ മുമ്പാകെ, സന്നിധി സംഘത്തിന്റെ മുമ്പാകെ, മഹാപുരോഹിതന്മാരുടെ മുമ്പിൽ പറയാൻ കാരണം യേശുവിനെ കരുത്ത് തെളിയിച്ചത് തൻ്റെ മൗനതയിലാണ്. താൻ കരുത്തെളിപ്പാടിയാക്കിയത്. മൂന്നാമത്തെ ആവശ്യം, യേശു മാനിനായി മാറി. യേശു മാനിനായി മാറിയതെല്ലാം യേശുവിന്റെ മൗനതയ്ക്ക് ഭയങ്കര പ്രാധാന്യമുണ്ടായിരുന്നു. ഞാൻ ആത്മാവിൽ പ്രവചിച്ചു പറയുന്നത് കേട്ടോ. ദൂതെടുക്കണം, വെളിപ്പാടെടുക്കണം. ഒരു മൗനം നമ്മെ കൊണ്ടെത്തിക്കുന്ന മാന്യനാക്കി മാറ്റുന്നു. വാസ്തവത്തിൽ ഹൃദയം കൊണ്ട് സംസാരിക്കുകയോ നാവിന് സംസാരിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ വാക്കുകളുടെ പെരുപ്പം കൊണ്ട് പാപം പൊങ്ങി വരുന്നതാണ്. എന്നാൽ വാക്ക് മിതഭാഷിയായി മാറിയാൽ ആ വ്യക്തി മാന്യനായി മാറുന്നു. വചനം പറയുന്നു, മൃദുസ്വരം ഏറ്റവും ശ്രേഷ്ഠമായ ജീവിതത്തിലേക്ക് നയിക്കുന്ന വാക്കാണ്.
ആത്മാവിൽ പറയാം, യേശു ക്രിസ്തു അവന്റെ ലാവണ്യ വാക്കുകളും യേശു ക്രിസ്തുവിന്റെ അത്ഭുത ശബ്ദങ്ങളും അനേകർക്ക് അത്ഭുതമായി മാന്യനായി മാറിയതിന്റെ ഒന്നാമത്തെ കാര്യം യേശു ക്രിസ്തുവിന്റെ മൗനത. അതിന് വലിയ പ്രാധാന്യം ഉണ്ടായിരുന്നു. ഒരു പ്രാവശ്യം കൂടി ഞാൻ ദൈവനാമത്തിൽ ആ വാക്ക് ആവർത്തിക്കാം. യേശു ചരിത്ര പുരുഷനായി മാറിയത് അവന്റെ മിണ്ടാതിരുന്ന് മൗനം പാലിച്ച് സഞ്ചരിച്ചതാകുന്നു. യേശു ഏറ്റവും കരുത്തനായി മാറിയത് യേശു ക്രിസ്തുവിന്റെ മൗനതയായിരുന്നു. യേശു ക്രിസ്തു ഏറ്റവും മാന്യനായി മാറിയത് യേശു ക്രിസ്തുവിന്റെ മൗനമായിരുന്നു. നാലാമത്തെ വാക്ക്, ഈ മൗനം യേശു ക്രിസ്തുവിന്റെ മഹാത്മാരെക്കാളും ജ്ഞാനികളെക്കാളും യേശു ക്രിസ്തുവിനെ വിവേകിയാക്കി മാറ്റി. അപ്പോൾ മൗനത യേശു ക്രിസ്തുവിനെ വിവേകമുള്ളവനായി തെറ്റും ശരിയും അപ്പോൾ തന്നെ നേർവഴിക്ക് നടക്കാത്തവർക്ക് നേർവഴിക്ക് നടത്തുവാൻ തക്കവണ്ണമുള്ളൊരു ജ്ഞാനമുള്ള ഒരു ഹൃദയം. നമുക്കറിയാം 90 സങ്കീർത്തനത്തിൽ മോശ തന്റെ ജ്യേഷ്ഠൻ അഹരോൻ മരിക്കുമ്പോൾ താൻ പാടിയ സങ്കീർത്തനമാകുന്നു 90 സങ്കീർത്തനം. അതിനകത്ത് പറയുന്ന വാക്കാണ്, ഞങ്ങൾ ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിപ്പാൻ ഞങ്ങളെ നാളുകൾ എണ്ണുവാൻ തക്കവരിൽ ഉപദേശിക്കണമേ. എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സഹോദരങ്ങളെ, കർത്താവിന്റെ ശബ്ദം കേൾക്കാൻ തക്ക ബന്ധപ്പെട്ട് ഈ നിവേശനകത്തും ജോയിച്ച ദൈവമക്കൾ ആത്മാവിൽ പറയാം, നിങ്ങളുടെ മൗനം നിങ്ങൾക്ക് തരുന്ന മറുപടി വിവേകവും ജ്ഞാനമുള്ള ഒരു ഹൃദയമാണ്. കരങ്ങളെ ഉയർത്തിയ വെളിപ്പാട് മനസ്സിലാക്കുന്നുവെങ്കിൽ പരിശുദ്ധാത്മാവിൽ പറയാമോ, കർത്താവേ, ഈ ജൂലൈ മാസം ഞാൻ ദൈവസന്നിധി മൗനമായിരിക്കും. എന്നോട് ദൈവം പണ്ട് പറഞ്ഞ വാഗ്ദത്തങ്ങൾ ഇനിയൊരു പുതിയ വാഗ്ദത്തം കേൾക്കാൻ ആർത്തി കാണിക്കുന്നതിനേക്കാൾ അധികം പ്രാപിച്ച വാഗ്ദത്തം നിറവേറുന്നതിന് വേണ്ടി ഞാൻ കാത്തിരിക്കുമ്പോൾ ഇന്ന് എനിക്ക് ആവശ്യം, ഈ മാസം എനിക്ക് ആവശ്യം മൗനമായിരിക്കുകയാണ്. അടനഘടക ശൗഡമാധനാദന വൈഡവക്ഷല ഉടമതിരിഘടകൾ ശശിരമ. യേശുവിന്റെ നാമത്തിൽ ഞാൻ പരിശുദ്ധാത്മ നിയോഗത്താൽ കുടുംബങ്ങളെ നോക്കി പ്രവചിച്ചു പറയുന്നു, നിങ്ങൾക്ക് ജ്ഞാനാത്മാവിനെയും നിങ്ങൾക്ക് വിവേകാത്മാവിനെയും കരുത്തന്മാരും ചരിത്രത്തിന് ഭാഗമാകുവാൻ യേശു ക്രിസ്തു കാണിച്ച ആ മൗനത നമുക്ക് അത്യാവശ്യമാണ് എന്ന് വിശ്വസിക്കുന്നവർ കരങ്ങളെ തട്ടി നന്ദിയോടെ പറയാം. അത്ഭുതമായ വ്യത്യാസങ്ങളിലേക്ക് പരിശുദ്ധാത്മാവ് നമ്മെ കൊണ്ടുപോകുന്ന ദിവസമാണ്. സ്തോത്രം. ഇനി ശ്രദ്ധിക്കുന്ന വാക്ക്, മൗനം പാലിച്ചവരെല്ലാവരും, ഞാൻ ആവർത്തിക്കാം, ബൈബിളില് തെളിവുകൾ 100 കണക്ക് തെളിവുകൾ വിശുദ്ധ പുസ്തകത്തിനകത്തുണ്ട്. മൗനം പാലിച്ചവർ ഒക്കെയും പേര് കേട്ടതും പ്രസിദ്ധന്മാരും അപ്പോൾ തന്നെ 4 പേര് അറിയത്തക്ക നിലയിൽ അവരെ മഹത്വമാക്കി ദൈവം തീർത്തു. പ്രൈസ് ദി ലോർഡ്. ഞാൻ ആത്മാവിൽ പറയാം, നമുക്ക് ഒത്തിരി കഥാപാത്രങ്ങൾ ബൈബിളിനകത്തുണ്ട്. ഒത്തിരി നമുക്ക് ആത്മാവിൽ കരുത്ത് തരുന്ന പോസിറ്റീവ് എനർജി തരുന്ന ഒത്തിരി വ്യക്തികളെ വിശുദ്ധ ബൈബിൾ നൽകുന്നുണ്ട്. ഞാൻ അവിടെ ഇന്ന് രാവിലെ ഞാൻ പ്രൊജക്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന എൻ്റെ യേശുവിനെയാണ്. യേശു ക്രിസ്തുവിൻ്റെ മൗനത യേശു ക്രിസ്തുവിനെ മഹത്വമാക്കി. ഒരു ചെറിയൊരു വാക്ക് ഞാൻ പറയാം. യേശുവിനെ അടിച്ചവർ, യേശുവിൻ്റെ മുഖത്തെ രോമം പിച്ചി ചീന്തിയവർ, യേശു ക്രിസ്തുവിനെ കാർക്കിച്ച് തുപ്പിയവർ, യേശു ക്രിസ്തുവിനെ കണ്ണു മൂടിയിട്ട് അടിച്ചിട്ട് ഞങ്ങളെ പ്രവചിച്ച് പറ, ആരതിനെ അടിച്ചത് പറ. യേശു ക്രിസ്തുവിനെ തറച്ചവർ, അടിച്ചവർ, യേശു ക്രിസ്തുവിനെ അടക്കിയവർ, ചുരുക്കി പറയുന്ന വാക്ക് ഇവനെ ക്രൂശിക്കുക, മഹാദോഷം ചെയ്യുന്ന ബറബ്ബാസ് വിട്ടുതരിക എന്നൊക്കെ പറയുമ്പോഴും യേശുവിന്റെ മൗനം ഭയങ്കര അത്ഭുതമായിരുന്നു. എന്നാൽ അടിച്ചവരും തൊഴിച്ചവരും തുപ്പിയവരും ആട്ടിപ്പാവിച്ചവരും അപരാധം പറഞ്ഞവരും ആക്ഷേപിച്ചവരും, ചുരുക്കി പറഞ്ഞാൽ വ്യക്തിത്വത്തിന് ഹനിബാബി ഭരിക്കത്തക്ക നിലയിൽ വ്യക്തിത്വത്തെ വെട്ടിക്കളഞ്ഞ വ്യക്തികൾക്ക് പോലും യേശു ക്രിസ്തു കൊടുത്ത ചുട്ട മറുപടിയായിരുന്നു യേശു ക്രിസ്തുവിന്റെ അന്നത്തെ മൗനം. ഇന്ന് അതേ അടിച്ചവരും തൊഴിച്ചവരും തുപ്പിയവരും പറയാണ്, ഇവൻ സാക്ഷാൽ ക്രിസ്തുവായിരുന്നു. ഇന്ന് രാവിലെ ദൈവം തെളിയിക്കാൻ പോകുന്നു കേട്ടോ. ആത്മാവില വെളിപ്പാട് എടുത്തു പറയണം, ഇവൻ സാക്ഷാൽ പ്രാർത്ഥനക്കാരനാണ്, ഇവൻ സാക്ഷാൽ ആത്മീയനാണ്, ഇവൻ സാക്ഷാൽ വിശുദ്ധനാണ്, ഇവൻ സാക്ഷാൽ ശക്തനാണ്, സാക്ഷാൽ കരുത്തനാണ്. നാം ഉദ്ദേശിച്ചതുപോലത്തെ ഒരു വ്യക്തിയല്ല ഈ വ്യക്തി. ഇവൻ അവനെ ആട്ടി
അവനെ നമ്മൾ തുപ്പി, അവനെ അടിച്ചു, അവനെ തൊഴിച്ചു, അവന്റെ ഉടവുചാല് പോലെ മുതുകിൽ കീറിച്ചു, അവനെ കുറിച്ച് മോശമായി സംസാരിച്ചു, അവനെ നമ്മൾ എന്ത് ചെയ്യേണ്ടത് വെച്ച് പരമാവധി ദ്രോഹം ചെയ്തു. ഇന്ന് രാവിലെ പരിശുദ്ധാൻ പറയാം, ആ ദ്രോഹം അനുഭവിച്ച യേശു, ആ ദ്രോഹം സഹിച്ച യേശു, ആ ദ്രോഹം അനുഭവിച്ച യേശു, അവയെ എല്ലാവരും കാണെ യേശു ക്രിസ്തു മൗനമായിരുന്ന സ്ഥാനത്ത് ഇന്ന് യേശു ക്രിസ്തുവിനെ കൊണ്ട് തന്നെ രക്ഷപ്പെടത്തക്ക നിലയിൽ ആ കരം രക്ഷകന്റെ കരമായി, ആ കരം അപ്പന്റെ കരമാക്കി, ആ കരം അമ്മയുടെ കരമാക്കി മാറ്റി, ആ കരം സഹോദരന്റെ കരമാക്കി മാറ്റി ദൈവം ഉയർത്തിയതുപോലെ ഇന്ന് രാവിലെ മൗനമെന്നുകൊണ്ട് വിഷയം സഹിച്ചില്ലേ, ആ സഹിച്ചതിനെല്ലാം ദൈവം ജൂലൈ മാസം 1-ാം തീയതി മുതൽ അത് ചുട്ട മറുപടി തന്ന ദൈവം മാനിക്കാവുന്ന ദിവസമാണ്. വിശ്വാസത്തോടെ കരം തട്ടി പറഞ്ഞാട്ടെ, ഞാൻ അനുഭവിച്ച ദുഃഖത്തിനും, ഞാൻ അനുഭവിച്ച ആക്ഷേപത്തിനും, ഞാൻ അനുഭവിച്ച വേദനയ്ക്ക് കയ്യും കണക്കുമില്ല ദൈവദാസനെ. പക്ഷെ ദൈവാത്മാവ് അതേ വ്യക്തിയോട് പറയുന്നു, അനുഭവിച്ച കഷ്ടതയ്ക്കനുസരിച്ച് മൗനമായി അനുഭവിച്ചത് കൊണ്ട് അതിനേക്കാൾ ശ്രേഷ്ഠമായ, അതിനേക്കാളും അത്ഭുതമാകുന്ന ആ ഉയർച്ചയിലേക്ക് ദൈവം ജൂലൈ മാസം ദൈവം 1 by 1 ആയിട്ട് അവയെ നമ്മളിലേക്ക് തന്ന് നമ്മുടെ കുടുംബത്തെ സന്തോഷിപ്പിക്കത്തക്കവണ്ണം ദൈവത്തിന് ഹിതമുണ്ടെന്ന് ഞാൻ പ്രവചനാത്മാവ് വിളിച്ചു പറയുന്നു. അവയെ കരമടിച്ച് ആത്മാവ് ഏറ്റെടുക്കാം. ദൈവം വിശ്വസ്തനാദയമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു ക്രിസ്തു മൗനമായിരുന്നു. അനുഭവിച്ച കഷ്ടതയും ജനങ്ങൾ ചോദിച്ച ചോദ്യത്തിനും അല്പം പോലും മറുപടി കൊടുക്കാതെ വണ്ണം സകല വിഷയത്തെയും മൗനമായി പിടിച്ച് അടക്കി മിണ്ടാതെ ഇരുന്നത് കൊണ്ട് യേശു ക്രിസ്തുവിനെ കുറിച്ച് മോശമായി പറഞ്ഞവരെല്ലാം ഇപ്പൊ തിരുത്തി പറയാണ്. ഇപ്പൊ തിരുത്തി പറയാൻ ഞാൻ ആത്മാവിൽ പറയാൻ കേട്ടു. ഇതെല്ലാം പരിശുദ്ധാത്മാവിൽ പ്രവചനാത്മാവിൽ ഞാൻ വാക്ക് പറയുന്നത്. ഈ ദിവസങ്ങൾ ദൈവാത്മാവ് പറയും, അമ്മാമേ തെറ്റുപറ്റിപ്പോയി, കുഞ്ഞെ തെറ്റുപറ്റിപ്പോയി, അച്ഛാ തെറ്റുപറ്റിപ്പോയി, പാസ്റ്റേ തെറ്റുപറ്റിപ്പോയി എന്ന് പറയത്തക്ക നിലയിൽ ഒന്നുമിണ്ടാതെ അറുക്കുവാൻ കൊണ്ടുപോകുന്ന, കൊല്ലുവാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെ യേശു ക്രിസ്തു ഒരു 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 കഷ്ടം പോലും മാറ്റിവെക്കാതെ സകല കഷ്ടങ്ങളും സഹിച്ചുവെങ്കിൽ ജൂലൈ മാസം 1 ഈ കഴിഞ്ഞ ജൂൺ മാസം 30 വരെ നാം ഏതെല്ലാം മാനസിക വ്യതകൾ അനുഭവിച്ചുവോ, നാം ഏതെല്ലാം മാനസിക സംഘർഷത്തിൽ സഞ്ചരിച്ചിട്ടുണ്ടോ, അത് തിരുത്തി ഒന്നും പറയാതെ മൗനമായി അനുഭവിച്ചതുകൊണ്ട് ദൈവാത്മാവ് വാക്കാകുന്നു, യേശു മഹത്വമായി മാറിയതുപോലെ അവൻ നമുക്കും ഈ ദിവസങ്ങൾ മഹത്വമായി മാറാം. ഞാനതിൻ്റെ 1-2 ആശയം കൂടി വേഗത്തിൽ പറഞ്ഞ് ദൈവമക്കളുടെ ആമേ അവർ നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാനായി എനിക്ക് ദൈവം നിയോഗം തന്നിരിക്കുന്ന വാക്ക്, സംസാരിക്കാതിരിക്കുകയോ ശബ്ദമില്ലാതിരിക്കുകയോ ചെയ്യുന്ന അവസ്ഥയാണ് മൗനം. സംസാരിക്കണ്ട, ശബ്ദമുണ്ടാക്കണ്ട, മിണ്ടാതിരിക്കാൻ നോക്കൂ. ആ മൗനം അത് മഹത്വമാക്കി ദൈവം തീർത്തു. സംസാരിക്കണ്ട, ഒരു വാക്ക് തിരുത്താനും പോകണ്ട. നിങ്ങൾ കേട്ട വാക്ക് തെറ്റാണ്, അങ്ങനെയല്ല ഇങ്ങനെയാണ് എന്ന് പോയി തിരുത്തി പറയാനും പോകണ്ട. സംസാരിക്കുകയും വേണ്ട, ശബ്ദം കേൾപ്പിക്കുകയും വേണ്ട. പിന്നെ എന്ത് ചെയ്യുക? മൗനമായിരിക്കുക. അറിയുന്ന വ്യക്തി, പിതാവാം ദൈവം യേശുവിനെ അറിയാം, യേശുവിന് പിതാവാം ദൈവത്തെ അറിയാം, യേശുവിനെ തന്നെ അറിയാം. അതിന് നമ്മൾ പ്രാഗൽഭ്യം എന്ന വാക്ക് പറയാറുണ്ട്. ആ പ്രാഗൽഭ്യം മാത്രം പാലിച്ചുകൊണ്ട് നമുക്കറിയാം, നമ്മൾ പറയുന്ന വാക്കുകളുടെ പെരുപ്പം കൊണ്ട് പാപം നിറഞ്ഞിരിക്കുന്നു എന്ന വാക്ക്. അതുകൊണ്ട് യേശു ക്രിസ്തു മൗനമായിരുന്ന പോലെ സംസാരിക്കണ്ട, മിണ്ടണ്ട, മൗനമെന്ന നിശബ്ദത പാലിക്കണം. ഒരു സ്വന്തം ചെയ്യാമോ മനസ്സിലാകുന്നുണ്ടെങ്കിൽ ഈ മാസം നിശബ്ദത പാലിക്കണം. ഹലോ, ഒന്നുകൂടെ ആവർത്തിക്കാം. ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾ മറക്കാതിരിക്കരുത്. ഈ പാസ്റ്റർ ഒരു വാക്കുകൂടി പറഞ്ഞു, ഞാൻ മറ്റൊരു വാക്ക് ചെവി എത്രയോ കേട്ടിരിക്കുന്നു, അതിനൊരു കേൾവിയാണ് ഇത് എന്ന് പറയരുത്. ഇത് വളരെ ആഴമായ ഒരു ദൈവീയ വെളിപ്പാടാൻ ഞാൻ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്ന വാക്ക്. അത് കർത്താവ് സന്നിധിയിൽ ഞാൻ നിയോഗപ്രകാരം പ്രാപിച്ചിട്ട് എൻ്റെ മനസ്സൊന്ന് മാഞ്ഞു പോകാതിരിക്കാൻ ഞാനൊരു പേപ്പറിൽ ഒരു ബുക്കിൽ കുറിച്ച് വെച്ച്
വളരെ അടുക്കടുക്കായിട്ടാണ് ദൈവമക്കളോട് ഞാൻ ആവശ്യം പറയുന്നത്. ഞാൻ ഒരു ഉഴപ്പനല്ല. നിങ്ങളുടെ ആത്മീയ ഉന്നമനത്തിന് വേണ്ടി എന്നാലാവോളം പ്രയത്നിക്കാൻ തക്കവണ്ണമാണ് ഞാൻ ഈ വചന വെളിപ്പാടുകൾക്ക് ഷെയർ ചെയ്യുന്ന കാര്യം. 2, ഞാൻ പറഞ്ഞല്ലോ, സംസാരിക്കേണ്ട, ഒരു വാക്കും പറയണ്ട, നിശബ്ദത പാലിക്കുക. നമുക്കറിയാം, ഈ ഏകാഗ്രതയോടെ പ്രാർത്ഥിക്കണമെങ്കിലും മനസ്സും ശരീരവും ശാന്തമായിരിക്കണമെങ്കിലും, ഒന്ന് ഞാൻ പ്രാർത്ഥിക്കാം, ശ്രദ്ധിക്കണം, ഒന്നൊരു പറയാം, ഏകാഗ്രതയോടെ ആരാധിക്കുകയോ ഏകാഗ്രതയോടെ പ്രാർത്ഥിക്കുകയോ ഏകാഗ്രതയോടൊരു വെളിപ്പാടോ സ്വപ്നമോ ദൈവനിയോഗമോ പ്രാപിക്കണമെങ്കിൽ മൗനം വളരെ അത്യാവശ്യമായ കാര്യമാണ്. 2, അത് നിമിത്തം നമ്മുടെ മനസ്സും ശരീരവും അപ്പോൾ തന്നെ നമ്മുടെ ഹൃദയമൊക്കെ ശാന്തത, ഒരു കുളിർമ. നമുക്കറിയാം, ബൈബിളിനകത്തൊരു വാക്കുണ്ട്, അരിഞ്ഞ് പുൽപ്പുറത്ത് പെയ്തിറങ്ങുന്ന മഞ്ഞ്, അല്ലേ? എന്തിനാ ഈ മഞ്ഞിൻ്റെയും മഴയുടെയും കാര്യം? ഇങ്ങനെ അരിഞ്ഞ് പുൽപ്പുറത്ത് പെയ്യുന്നൊരു മഴ, ഒരു മഞ്ഞ് നമ്മൾ ആത്മാവിൽ കാണാം. നമ്മൾ ചില നല്ല ശൈത്യ പ്രദേശത്തേക്ക് പോകുമ്പോഴും ഇപ്പോൾ പലയിടത്ത് ചൂടിൻ്റെ ആധിക്യമുണ്ട്. നമ്മൾ നട്ടിരിക്കുന്ന ചെടികൾക്ക് വാട്ടം തട്ടാതിരിക്കാൻ നമ്മൾ ഒഴിക്കുന്ന ഓരോ തുള്ളി വെള്ളവും ആർത്തിയോടെ ആ ചെടി വലിച്ചെടുക്കുന്ന പോലെ ദൈവസന്നിധിയിൽ ഒരു മഴ പെയ്തിറങ്ങുന്നത് പോലെ നമ്മൾ ഇങ്ങനെ വളർച്ച പ്രാപിക്കുന്നത് പോലെ നമ്മുടെ ആത്മീയ തലത്തിനകത്ത് ഒരു അന്തരീക്ഷം ഉണ്ടാകണമെങ്കിൽ ഈ ദിവസങ്ങളിൽ ആ കുളിർമ പ്രാപിക്കണം. എപ്പോഴും ആ ശാന്തത പ്രാപിക്കണം. ആ ശാന്തത പ്രാപിക്കാൻ തക്കവണ്ണം ഈ മാസം ഒരു മൗനം അവലംബിക്കുന്നത് കഴിഞ്ഞ പാസ്റ്റിൽ നാം പ്രാപിച്ച ദൂതിൻ്റെ നിറവേറിന് വേണ്ടി ആ മൗനം ഏറ്റവും വലിയ പ്രാധാന്യം അർഹിക്കുന്ന സമയമാണ്. കേട്ടോ, മിണ്ടരുത്. ഞാൻ പറയാൻ മനസ്സിലാകുന്നവർ സ്വന്തം ചെയ്യാമോ? എല്ലാവരും ആത്മാവിലും സ്വന്തം ചെയ്യാമോ? വെരി ഗുഡ്. അടുത്ത വാക്ക് പറയുന്ന വാക്ക് നിശ്ചയദാർഢ്യം എന്ന് പറഞ്ഞാൽ ഒരു ഉൾക്കരുത്ത് എന്ന് പറഞ്ഞാൽ ശക്തമായ ഉറപ്പ് പ്രാപിക്കണമെങ്കിൽ യഹോവ കൽപ്പിച്ചു അത് നിവർത്തിയാകും എന്നൊരു നിശ്ചയദാർഢ്യം അകത്തുണ്ടായവർ എല്ലാവരും മൗനം പാലിച്ചവരാണ്. ഹലോ, ഞാനൊരു ആത്മാവിൽ പറയാം, ഒരകത്ത് ഭയങ്കര നിശ്ചയദാർഢ്യം പ്രാപിച്ചിട്ടുണ്ട്. നമുക്കറിയാം, അതിന് കാതലായ ഒരു കാര്യം നമുക്ക് ഒത്തിരി വാക്യങ്ങളിൽ തന്നെ ഒരു വാക്ക്, യഹോവ ഭക്തന് ദൃഢധൈര്യമുണ്ട്, അവന്റെ മക്കൾക്ക് ശരണമുണ്ടാകും. ദൃഢധൈര്യമുള്ള അപ്പൻ, ദൃഢധൈര്യമുള്ള അമ്മ. ഈ ദൃഢധൈര്യം അമ്മയ്ക്ക് അപ്പൻ എങ്ങനെ കിട്ടി? അവർ ഉണ്ടാക്കിയെടുത്ത ചില മൗനം, അവർ മൗനമായി മിണ്ടാതെ ഇരുന്നത് കൊണ്ട് ലഭിച്ചതായ ഒരു ഹൈ കോൺഫിഡന്റ് ആണ് അവരുടെ തലമുറയ്ക്ക് എന്തുണ്ടായത്. നമുക്കറിയാം, ഈ ബൈബിളിനകത്ത് എനിക്ക് ഇങ്ങനെ ദൂതുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. ഞാൻ നിങ്ങൾ പ്രാർത്ഥിക്കുന്നതുകൊണ്ട് ഞാൻ പിടിച്ചടക്കുന്നുണ്ട്. നമുക്ക് ആ ഉപവാസ പ്രാർത്ഥനയ്ക്ക് ആ വെളിപ്പാട് പ്രാപിക്കാം. ഈ 1 ദിനവൃത്താന്ത പുസ്തകം 29-1 വാക്യത്തിൽ ഒരു പിതാവ് നിശ്ചയദാർഢ്യത്തോടുകൂടെ അല്ലെങ്കിൽ നിശ്ചയ ശക്തിയോടുകൂടെ തൻ്റെ മകനെ കുറിച്ച് പറയുന്നു. എൻ്റെ മകൻ ശലോമൻ, ദാവീദ് പറഞ്ഞ വാക്കാണ്, എൻ്റെ മകൻ ശലോമൻ. അവൻ ചെറുപ്പമാണ്, അവൻ ഇളപ്പമാണ്, ബാല്യനാണ്, എനിക്കറിയാം. പക്ഷേ എൻ്റെ ഉറപ്പ് എന്ന് പറയുന്നത് അവൻ്റെ വേല, അവൻ്റെ മിഷൻ, അവൻ്റെ ഫ്യൂച്ചർ ഭയങ്കരമായിരിക്കും. ഇതാണ് മൗനമായിരുന്നു കൊണ്ടൊരു പിതാവ് ലഭിച്ച നിശ്ചയദാർഢ്യം. അപ്പൊ ഈ നിശ്ചയം, ആ ഹൈ കോൺഫിഡൻസ്, ഹൃദയധൈര്യം മൊത്തം ലഭിക്കുന്ന മൊത്തം മൗനമായിരിക്കുന്നവർക്ക് മാത്രമാണ്. അപ്പൊ അതുകൊണ്ട് ആ മൗനത്തിലേക്ക് ദൈവമക്കളേക്ക് വരാമോ? അങ്ങനെയെങ്കിൽ ആ മൗനം പ്രാപിക്കുന്ന വ്യക്തികൾ, നമ്മൾ ചില വചനത്തിൻ്റെ വെളിപ്പാടോട് ചേർന്നുകൊണ്ട് തന്നെ ഈ ചില ജ്ഞാനികൾ അല്ലെങ്കിൽ വിവേകികൾ, അപ്പോൾ സയൻറ്റിസ്റ്റുകൾ ബ്രെയിൻ വർക്ക് ചെയ്തെങ്കിലേ ആ കാര്യം പൂർത്തീകരിക്കാൻ പറ്റൂ എന്നതുകൊണ്ട് ബ്രെയിനെ വർക്ക് ചെയ്യിപ്പിക്കാൻ തക്കവണ്ണം പല തിരക്കുകളിൽ നിന്ന് മാറി നിൽക്കുന്നതായ വ്യക്തികളെ നമുക്കറിയാം. അവരെപ്പോഴും ഏകാന്തത ആഗ്രഹിക്കുന്നു. കാര്യം അവർ ഏകാന്തം ഉണ്ടെങ്കിൽ മാത്രമേ അവർ ബ്രെയിൻ വർക്ക് ചെയ്യത്തുള്ളൂ. ബ്രെയിൻ വർക്ക് ചെയ്തെങ്കിൽ മാത്രമേ ചിലർക്ക്
ആ വർക്ക് സക്സസ് ആക്കി മാറ്റാൻ വേണ്ടി സയൻറ്റിസ്റ്റ് പോലത്തുള്ള വ്യക്തികൾക്ക് ബ്രെയിൻ വെയിറ്റ് അത്യാവശ്യമാണ്. ഞാൻ രാവിലെ പറയാം, ദൈവമക്കളെ, നമ്മുടെ ചില മൗനത നമ്മുടെ ബ്രെയിൻ വർക്ക് ചെയ്യാൻ പോവുകയാണ്. ആ ബ്രെയിൻ പോകുന്ന റൂട്ടിൽ കൂടെ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ടതുപോലെ ചെയ്യത്തക്ക നിലയിലായിരിക്കും കാര്യങ്ങൾ ദൈവാത്മാവിടുന്നവര്. ഒരു വാക്യം കൂടി ഒന്ന് വായിച്ചിട്ട് ഞാൻ ദൈവമക്കളുടെ പ്രാർത്ഥിക്കാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നു. ഹബക്കൂക്ക് പ്രവചന പുസ്തകം 2-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യം. ഹബക്കൂക്ക് ചാപ്റ്റർ 2 വേഴ്സസ് 20 എന്നൊരു വാക്ക് വായിക്കാമോ? എന്നാൽ യഹോവ തന്റെ വിശുദ്ധ മന്ദിരത്തിലുണ്ട്, സർവ്വഭൂമിയോ അവന്റെ സന്നിധിയിൽ മൗനമായിരിക്കട്ടെ. സകല വ്യക്തികളും ദൈവത്തിൽ നിന്നും കരുത്തു പ്രാപിപ്പാനുള്ളവരെല്ലാം ഈ മാസം ദൈവസന്നിധിയിൽ മൗനമായിരിക്കട്ടെ. അതൊരു വെറുമൊരു നിശബ്ദതയല്ല, മൗനതയല്ല. അതൊരു ആത്മീക അച്ചടക്കമാണ്. അത് ദൈവത്തോടുള്ള ആദരവാണ്. ജ്ഞാനം, ക്ഷമ എന്നിവ ലഭിപ്പാൻ നിൽക്കുന്നതായ ഒരു പ്രതികരണമാണ്. രാവിലെ പരിശുദ്ധാത്മാവിനെ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ദൈവമോർത്തോണം, സകല ജഡവും സകല മാനകുലവും കർത്താവ് പറയുന്നു മൗനമായിരിക്കെ. ആ മൗനമായിരിക്കുമ്പോൾ നിന്നോട് ഞാൻ പറഞ്ഞ വാക്ചത്തങ്ങളെല്ലാം അത് നിറവേറ്റി തരാൻ പോവുകയാണ്. അതുകൊണ്ട് ഇതൊരു ആത്മീയ അച്ചടക്കമാണ്, ഇതൊരു ദൈവത്തോടുള്ള ആദരവാണ്. ഒരു സുവിശേഷക നിലയിൽ എൻ്റെ നാവിൽ കൂടി ഞാൻ ആ വാക്കിനെ അല്പം ധൈര്യത്തോടെ പറയുമ്പോൾ നിങ്ങൾ ദൈവത്തിൻ്റെ വാക്ക് കേൾക്കുന്ന പോലെ തന്നെ എൻ്റെ വാക്കിനെയും നിങ്ങൾ കേൾക്കണം. നിങ്ങളുടെ ജീവിതത്തിനകത്ത്, എൻ്റെ ജീവിതത്തിന്, നമ്മുടെ ജീവിതത്തിനകത്ത് മറുപടികൾ വരാനും നാം മഹത്വമായി മാറുവാനും നീ വന്ദനായവന്റെ പുത്രൻ, ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവോ എന്ന് ചോദിച്ചപ്പോൾ അതെ ഞാനാകുന്നു, ആ വാക്ക് നാം നമ്മുടെ ജീവിതത്തിനകത്ത് ഈ ജൂലൈ മാസം 7-ാം മാസം തെളിയിക്കപ്പെടാൻ പോവുകയാണ്. എല്ലാ കണ്ണുമടച്ച് പറയാം, കർത്താവേ, 7-ാം മാസം എന്നെ ഉയർത്താവുന്ന മാസമായിരിക്കാൻ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ചില കുടുംബത്തിനകത്തേക്ക് ദൈവശബ്ദം കേൾക്കുന്ന ചില കുടുംബത്തിനകത്തേക്ക് കരുത്തന്മാരെ ദൈവം തരികയാണ്. മറുപടി കർത്താവ് തരികയാണ്. അത്ഭുതം കർത്താവ് തരികയാണ്. വിശേഷ ദൈവം തരികയാണ്. റിഖുന അഡംതുനി അഡനഗസി അസ്കരെ ജീരക്കടക വൈഡത്തുരമം ശമ്പലപട്ടി വൈഡത്തിരജ വാടിപ്പഞ്ചൽ കരമം ദുരജനകക്ഷലാദന. വിശേഷമായ നന്മകൾ, വിശേഷമായ ഉയർച്ചകൾ, വിശേഷമായ നേട്ടങ്ങൾ, വിശേഷമായ യാത്രകൾ, വിശേഷമായ മറുപടികൾ ദൈവാത്മാവ് ഈ മാസങ്ങൾ തന്ന് മാനിക്കാൻ പോവുകയാണ്. കുടുംബമായി ഒന്നിച്ചു പാർക്കേണ്ടവർക്ക് കുടുംബം ഒന്നിച്ചു പാർക്കേണ്ട മാസമാണ്. കുടുംബം സന്തോഷിക്കാനുള്ളവർക്ക് സന്തോഷിക്കേണ്ട മാസമാണ്. ഡയറിയിൽ കുറിച്ചു വെച്ചോ, പേപ്പറിൽ കുറിച്ചു വെച്ചോ, മനസ്സിൽ കുറിച്ചു വെച്ചോ പ്രാർത്ഥിക്കുന്ന ആ പ്രാർത്ഥനയ്ക്ക് ദൈവാത്മ മറുപടി തരുന്ന ഒരു മാസമാണ് ഈ മാസം. ധൈര്യത്തോടെ പ്രാർത്ഥിച്ചു കയറൂ.